രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന പുരുഷന്മാരെ തൻ്റെ മനോഹരമായ രൂപം കാണിച്ച് വശീകരിച്ചു കൊണ്ടുപോയി ചോര കുടിച്ചു കൊല്ലുന്ന യക്ഷി കള്ളിയങ്കാട്ട് നീലി. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. തെക്കൻ പാട്ടുകളിലും വല്ലടിച്ചാൻ പാട്ടുകളിലും തിരുവിതാംകൂർ നാടോടി കഥകളിലും ഒക്കെ ഉള്ളൊരു കഥാപാത്രമാണ് കള്ളിയങ്കാട്ട് നീലി. ഒരു യക്ഷിയുടെ പേര് പറയാൻ പറഞ്ഞാൽ നമ്മളൊക്കെ ആദ്യം തന്നെ പറയുന്ന ഒരു പേരായിരിക്കും കള്ളിയങ്കാട്ട് നീലി എന്നുള്ളത്. കാരണം അത്രത്തോളം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചൊരു യക്ഷി കഥാപാത്രമാണ് നീലി. കഥയും ചരിത്രവും ഇഴചേർത്ത് പറഞ്ഞ് പഴകിയതാണ് നീലിയുടെ കഥ. അല്ലി എന്ന് പേരുള്ളൊരു സാധാരണ സ്ത്രീ എങ്ങനെയാണ് കള്ളിയങ്കാട്ട് നീലിയായി മാറിയത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കൊല്ലവർഷം 30കളിൽ പഴകന്നൂർ ദേശം ആണിരുന്ന ദേവദാസിയായ കാർവേണിയുടെ മകളാണ് അല്ലി. അവിടെയുള്ള ശിവക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പിയുമായി അല്ലി പ്രണയത്തിലാവുകയും പിന്നീട് അവർ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ നമ്പിക്ക് നോട്ടമുണ്ടായിരുന്നത് അല്ലിയുടെ സ്വത്തുവകകളിൽ മാത്രമാണ്. ഈ കാര്യം തിരിച്ചറിഞ്ഞ കാർവേണി നമ്പിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. തന്റെ ഭർത്താവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അമ്മയുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് അല്ലിയും അദ്ദേഹത്തിന്റെ കൂടെ നമ്പിയുടെ കൂടെ വീട് വിട്ടിറങ്ങുകയാണ്. വഴിമധ്യേ കള്ളിയങ്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവർ വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അല്ലി തന്റെ ഭർത്താവായ നമ്പിയുടെ മടിയിൽ തല വെച്ച് മയങ്ങിപ്പോയി. ആ സമയത്ത് ചതിയനായ നമ്പി തന്റെ ഭാര്യയെ വലിയൊരു കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയും അല്ലിയുടെ ആഭരണങ്ങൾ മുഴുവൻ എടുത്ത് കടന്നു കളയുകയും ചെയ്യുകയാണ്. ഇവരെ രണ്ടുപേരെയും തിരക്കിയിറങ്ങിയ അല്ലിയുടെ സഹോദരൻ അമ്പി കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അല്ലിയെയാണ്. വിഷമം സഹിക്കവയ്യാതെ വന്നപ്പോൾ അദ്ദേഹവും അവിടെ വെച്ച് തല തല്ലി മരിക്കുകയാണ്. അല്ലിയുടെ ആഭരണവുമായി കടന്നു കളഞ്ഞ നമ്പി കൂടുതൽ കാലമൊന്നും ജീവിച്ചില്ല. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അയാളും പാമ്പ് കടിയേറ്റ് മരണപ്പെടുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നടന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ അല്ലിയും സഹോദരൻ അമ്പിയും ചോളരാജ്യത്തെ രാജാവിന്റെ മക്കളായിട്ട് നീലനും നീലിയുമായിട്ട് പുനർജനിക്കുകയാണ്. അവർ ജനിച്ചത് മുതൽ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അരങ്ങേറാൻ തുടങ്ങി. അവിടെ പേമാരിയും പകർച്ചവ്യാധികളും ദുർമരണങ്ങളും ഒക്കെ കൂടി വന്നു. എന്നാൽ വൈകാതെ തന്നെ തന്റെ രാജ്യത്തിന്റെയും മോശം അവസ്ഥക്ക് തന്റെ മക്കളായ നീലനും നീലിയുമാണ് കാരണമെന്ന് രാജാവ് ജ്യോത്സ്യന്മാരിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അതോടുകൂടെ തന്നെ ഇവരെ രണ്ടുപേരെയും നാട് കടത്താൻ രാജാവ് നിർബന്ധിതനാവുകയാണ്. അങ്ങനെ ചോള രാജ്യത്തിന്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിന് സമീപത്തുള്ള പഞ്ചമൻകാട്ടിൽ രണ്ടുപേരെയും രാജാവ് ഉപേക്ഷിക്കുകയാണ്. എന്നാൽ അവർ രണ്ടുപേരും തങ്ങളുടെ പൈശാചിക ശക്തി കൊണ്ട് കാട്ടിൽ നിന്ന് പുറത്തു കടക്കുകയും പഴകന്നൂർ ദേശത്ത് പണ്ട് അല്ലി കൊല്ലപ്പെട്ട കള്ളിയങ്കാട്ടിൽ താമസമാക്കുകയും ചെയ്തു. അതോടുകൂടെ തന്നെ പഴകന്നൂരിൽ ദുർമരണങ്ങൾ ഒരു നിത്യസംഭവമായി മാറാൻ തുടങ്ങി. പകൽ സമയങ്ങളിൽ പോലും കള്ളിയങ്കാട് എന്ന് പറയുന്ന കള്ളിമുള്ളുകളും പനകളും നിറഞ്ഞ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ, അതിലൂടെ യാത്ര ചെയ്യാൻ വരെ ആളുകൾക്ക് ഭയമായി തുടങ്ങി. ഇനി അറിയാത്ത ആരെങ്കിലും അതിലൂടെ സഞ്ചരിച്ചാൽ തന്നെ അവരുടെ മൃതശരീരം പിറ്റേ ദിവസം നേരം പുലരുമ്പോൾ ഏതെങ്കിലും ഒരു പനയുടെ ചൂട്ടിൽ കിടപ്പുണ്ടാകും. നീലന്റെയും നീലിയുടെയും ഉപദ്രവം സഹിക്കവയ്യാതെ വന്നപ്പോൾ ഗ്രാമീണർ നാഗർകോവിലിൽ നിന്നും തമ്പി എന്ന പേരുള്ള ഒരു മന്ത്രവാദിയെ കൊണ്ടുവരികയാണ്. തമ്പിയുടെ മാന്ത്രിക ശക്തി കൊണ്ട് അദ്ദേഹത്തിന് നീലനെ തളക്കാൻ കഴിഞ്ഞുവെങ്കിൽ പോലും ഉഗ്രശക്തിശാലിയായ നീലിയെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, നീലി തന്റെ ശക്തികൾ ഉപയോഗിച്ച് മന്ത്രവാദിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതോടുകൂടെ തന്നെ സന്ധ്യയായി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വരെ ഗ്രാമീണർ ഭയന്നു തുടങ്ങി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്നെ ചതിച്ചു വന്ന തന്റെ ഭർത്താവിന്റെ പുനർജന്മമായ കാവേരിപ്പൂം പട്ടണം സ്വദേശിയായ ആനന്ദൻ കച്ചവട ആവശ്യാർത്ഥം പഞ്ചമൻകാട്ടിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്ന വിവരം നീലി അറിയുന്നത്. നീലി തന്റെ സൗന്ദര്യം കൊണ്ട് അദ്ദേഹത്തെയും വശീകരിച്ചുവെങ്കിലും മാന്ത്രിക ദണ്ഡ് കയ്യിലുള്ളത് കൊണ്ട് നീലിക്ക് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തന്റെ മുന്നിലുള്ളത് ഒരു യക്ഷിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആനന്ദൻ ഓടി പഴകന്നൂർ ഗ്രാമത്തിൽ പ്രവേശിക്കുകയാണ്. എന്നാൽ നീലി അദ്ദേഹത്തെ അങ്ങനെ വിടാൻ തയ്യാറായിരുന്നില്ല. നീലി തന്റെ മായ കൊണ്ട് കുട്ടിയോടുകൂടിയുള്ളൊരു സ്ത്രീ രൂപം പ്രാപിക്കുകയും അദ്ദേഹത്തെ പിന്തുടർന്ന് ഗ്രാമത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ഗ്രാമത്തിലുള്ള ആളുകളോട് നീലി പറഞ്ഞത്, ഇയാൾ എന്റെ ഭർത്താവാണ്, എന്നെയും കുട്ടിയെയും ഒറ്റയ്ക്ക് ഇട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയായിരുന്നു. ആ സമയത്ത് പോലും ഇതൊരു യക്ഷിയാണ്, നിങ്ങൾ ആരും വിശ്വസിക്കരുത് എന്ന് ആനന്ദൻ കരഞ്ഞു പറഞ്ഞെങ്കിലും ആരും അത് ചെവി കൊണ്ടില്ല. അങ്ങനെ അന്നേ ദിവസം അവിടെ താമസിക്കേണ്ടി വന്ന ആനന്ദന്റെ മൃതദേഹമാണ് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഗ്രാമവാസികൾ കാണുന്നത്.
അപ്പോഴാണ് അതൊരു യക്ഷിയായിരുന്നു എന്ന കാര്യം ഗ്രാമവാസികളും തിരിച്ചറിയുന്നത്. തന്റെയും സഹോദരന്റെയും മരണത്തിന് കാരണമായ നമ്പിയുടെ പുനർജന്മമായ ആനന്ദനെ കൊല ചെയ്തതോടുകൂടെ തന്നെ കള്ളിയങ്കാട്ട് നീലി തന്റെ ഭീകര രൂപം ഉപേക്ഷിക്കുകയും ഒരു കള്ളിപ്പാലയുടെ ചൂട്ടിൽ മാതൃഭാവത്തിൽ കുടിയിരിക്കുകയും ചെയ്തു. നീലിയുടെ കഥകളെല്ലാം മനസ്സിലാക്കിയ ഗ്രാമീണർ പിന്നീട് അവരെ ആരാധനയോടുകൂടെ സ്മരിക്കാൻ ആരംഭിച്ചു. ഇത്രയുമാണ് കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന ഭീകര യക്ഷിയുടെ കഥ. എന്നാൽ ആനന്ദനെ കൊന്ന ശേഷവും നീലി അടങ്ങില്ല എന്നും കടമറ്റത്ത് കത്തനാർ നീലിയെ തളച്ച് പത്തനംതിട്ട ജില്ലയിലെ പരുമല പനയന്നാർക്കാവ് ക്ഷേത്രത്തിൽ കുടിയിരുത്തി എന്നൊരു വിശ്വാസവുമുണ്ട്. കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്നത് വെറുമൊരു കഥയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം എന്തായാലും നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. പോകാം.